അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴ എങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും മഴ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മഴക്കാലം എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളുടെ ഒരു കാലമാണ് അല്ലേ. പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ വെള്ളം ആകെപ്പാട് സർവത്ര വെള്ളം. അപ്പം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചൂടായെന്ന് പറഞ്ഞ് ഭയങ്കര വെള്ളം വെച്ചുകൊണ്ടിരുന്നവരാണ്. ഫാനിടാതെ നമുക്കിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്നാണ് ഒരു മഴക്കാലം എത്തുന്നത്. അപ്പം തണുത്ത വിറച്ച ഈ സമയത്ത് എല്ലാവർക്കും എന്താ പറയുന്നത്, എന്ത് പറയണം എന്നറിയില്ല. അപ്പം മഴ എന്ന് പറയുന്നത് സിനിമാ മേഖലയെ ആകപ്പാടെ ബാധിക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ മിക്കവാറും പുതിയ ചിത്രങ്ങളൊന്നും റിലീസ് നടത്താതിരിക്കുന്നതാണ് പതിവ്. ഏതായാലും എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 3-5 ദിവസം പെയ്യുക, പിന്നെ കുറച്ച് ദിവസം വെയിൽ, അതിനുശേഷം 3-5 ദിവസം വീണ്ടും തിമിർത്ത് പെയ്യുക, പിന്നെ വെയിൽ. ആ രീതിയിലുള്ള ഒരു മഴയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. അപ്പം മഴയെപ്പറ്റി പറയാനല്ലല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം പുതിയ ചിത്രങ്ങളുടെയും പഴയ ചിത്രങ്ങളുടെയൊക്കെ കളക്ഷൻ നമ്മൾ രാവിലെ തൊട്ട് വീഡിയോ ചെയ്തു. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി, പടക്കണം എന്നീ 2 പഴയ ചിത്രങ്ങളും കുറച്ച് പുതിയ ചിത്രങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിത്രങ്ങളെ പറ്റി എന്താണ് ഇതിൻ്റെ ഉള്ള കളക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നരവേട്ടയും അതുപോലെ ഡിഗ്രി ഉജ്ജ്വലനും അതുപോലെ തുടരി എന്ന ചിത്രത്തിൻ്റെ മാത്രമേ കളക്ഷനെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ചിത്രങ്ങളും കൂടെ നമ്മൾ നോക്കണമല്ലേ. നമ്മൾ മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരല്ലേ. അപ്പം മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന നമുക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപിൻ്റെ തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ചിത്രത്തിൻ്റെ കളക്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നലെയും ഏകദേശം 60 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് പ്രിൻസ് എന്ന ഫാമിലി എന്ന ചിത്രം നേടിയത്. അതൊരു മികച്ച കളക്ഷൻ തന്നെയാണ്. ഇന്ന് ഒരു പക്ഷേ കളക്ഷൻ കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എല്ലാ ചിത്രങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് എന്ന് തോന്നുന്നു. കാരണം കനത്ത മഴ എല്ലാ ചിത്രത്തിൻ്റെയും കളക്ഷനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ട്രാക്കിംഗ് കളക്ഷനുകളും എല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൻ്റെ കൃത്യമായിട്ട് ആ അപ്ഡേറ്റുമായിട്ട് വീണ്ടും അതിനുശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് 21,64 ലക്ഷം രൂപയിലേക്ക് എത്തുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 15,84 ലക്ഷം രൂപയാണ്. ഓവർസീസ് കളക്ഷനായിട്ട് 5,08 ലക്ഷം രൂപയും ഈ ചിത്രം നേടി. അങ്ങനെയാണ് ടോട്ടൽ 21,64 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഇന്നുകൊണ്ട് ഈ ചിത്രം 22 കോടിയും കടന്ന് ഒരു മികച്ച കളക്ഷനിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബഡ്ജറ്റ് 12 കോടി പ്രതീക്ഷിക്കുന്ന ഈ തുക, ഈ ചിത്രം ഒരു വിജയ ചിത്രമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ മറ്റൊരു ചിത്രമാണ് പടക്കളം എന്ന ചിത്രം. പടക്കളം എന്ന ചിത്രം സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും ഒക്കെ നിറഞ്ഞാടിയ ചിത്രമാണ്. പൊട്ടിച്ചിരികളുടെ മാലപ്പടക്കം തീർത്ത ചിത്രം തിയേറ്ററിലും വിജയമാകുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് 14,84 ലക്ഷം രൂപയാണ്. ഇന്നലെയും 40 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് ഈ ചിത്രം നേടിയത്. കേരളത്തിൽ ഇത് 11.5-12 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയതായിട്ട് അറിയുന്നുണ്ട്. വേൾഡ് ഓവർസീസ് കളക്ഷൻ ഇതിന് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഏകദേശം 15 കോടിക്ക് മുകളിലുള്ള തുക തന്നെ നേടിക്കാണും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ സുരാജ് വെഞ്ഞാറമൂട് ഷറഫുദ്ദീൻ ചിത്രം ഒരു വിജയ ചിത്രമായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. പുതിയ ചിത്രങ്ങളുടെ വരവ് ഈ ചിത്രത്തെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് കളക്ഷനുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒത്തിരി ചിത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ജോ ജോർജ് ശ്രീനാഥ് പാസി നായകനാക്കി സംവിധാനം ചെയ്ത വാണി വിശ്വനാഥും സജീവ് കുറുപ്പും നമ്മളെല്ലാവരും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയ ചിത്രമാണ് ആസാദി. മികച്ച പ്രേക്ഷക അഭിപ്രായം നേടിയ ഈ ചിത്രം കളക്ഷൻ്റെ കാര്യത്തിൽ വലിയ കുതിപ്പ് നടത്തുന്നില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുക. എനിക്ക് തോന്നുന്നു ഈ നരിവേട്ടയും ഉജ്ജ്വലനും തുടരുവോ എന്നും പ്രിൻസും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മികച്ചൊരു കളക്ഷൻ ഈ ചിത്രം നേടിയേനെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം മികച്ച അഭിപ്രായമുണ്ട്, മികച്ച ചിത്രമെന്നുള്ള ലേബലുണ്ട്. പക്ഷേ ശ്രീനാഥ് പാസി നായകനായ ഈ ചിത്രം 40 ലക്ഷം രൂപ മാത്രമേ 4 ദിവസം കൊണ്ട് ഈ ചിത്രത്തിന് സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് ദുഃഖകരമായൊരു കാര്യം. വരും ദിവസങ്ങളിൽ
മഴ വില്ലനായില്ലെങ്കിൽ ഈ ചിത്രവും മികച്ച രീതിയിൽ കളക്ട് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ചിത്രമാണ് UK എന്ന ചിത്രം, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രം. ഇത് ഞാനെപ്പോഴും പറയുന്ന പോലെ ഈ ചിത്രങ്ങളെല്ലാം എന്തിന് ഇങ്ങനെ ഇറക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. രഞ്ജിത്ത് സഞ്ജീവ് നായകനായ ചിത്രമാണ്. ആൻ്റണി പിന്നെ മനോജ് ജയൻ എന്നിവർ നിറഞ്ഞാടിയ ഈ ചിത്രം പക്ഷേ 2 ലക്ഷം രൂപ മാത്രമേ ഈ ചിത്രത്തിന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തന്നെയാണ് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട്. അപ്പം വേൾഡ് വൈഡായിട്ടും ഉള്ള തുകകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും വലിയ കളക്ഷനൊന്നും ഈ ചിത്രം നേടാൻ സാധ്യത നമ്മൾ കാണുന്നുമില്ല. അപ്പം നിർമ്മാതാക്കൾ പറയുന്ന തുടർച്ചയായിട്ട് അനേകം ചിത്രങ്ങൾ റിലീസായി, അതെല്ലാം നിർമ്മാതാക്കൾക്ക് നഷ്ടമാണെന്ന് പറയുന്ന ചിത്രങ്ങളുടെ ഗണത്തിൽ ഈ ചിത്രങ്ങളൊക്കെ പെടുത്താം എന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. കാരണം ഇതൊക്കെ എന്തിന് ഇറക്കുന്നു എന്നുള്ളത് നമ്മളൊരു നോക്കിക്കാണേണ്ട അത്യാവശ്യമാണ്. അതുപോലെ 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രം, 916 കുഞ്ഞൂട്ടൻ ഗിന്നസ് ബക്രുവാണ് നായകൻ. ടിനി ടോമും ആര്യൻ വിജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. അപ്പം പുതിയ സംവിധായകർക്ക് സിനിമ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം, അവരുടെയൊക്കെ പ്രതീക്ഷകൾ സങ്കല്പങ്ങളും ഒക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ കൃത്യമാക്കി ഈ പുതിയ നല്ല ചിത്രങ്ങളുടെ കൂടെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ചിത്രമാണെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ കൃത്യമായിരിക്കണം എന്ന് തോന്നുന്നു. ബാക്കിയുള്ള റിലീസിങ്ങൊക്കെ നോക്കി റിലീസ് ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്നു. 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രം 12 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് ഈ ചിത്രം കളക്ട് ചെയ്തതായിട്ട് കാണുന്നത്. മറ്റൊരു ചിത്രമാണ് ദീപു കരുണാകരൻ സംവിധാനം. ദീപു കരുണാകരൻ മികച്ച സംവിധായകൻ എന്ന പേര് കേട്ട ഒരു സംവിധായകനാണ്. ഇന്ദ്രജിത്തും അനശ്വരരാജനും ഒക്കെ നായകനും നായികയായിട്ട് വന്ന ചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രം കളക്ഷൻ്റെ കാര്യത്തിൽ വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കേവലം 4 ദിവസം കൊണ്ട് 3 ലക്ഷം രൂപയാണ് ഇതിൻ്റെ കളക്ഷനായിട്ട് ട്രാക്കർമാർ നൽകുന്ന കണക്കുകൾ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പുതിയ ചിത്രങ്ങൾ റിലീസുണ്ട്. ഈ ചിത്രങ്ങളുടെ കളക്ഷൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കിക്കാണുന്ന 4 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നരിവേട്ട, ടൊവിനോ, ഡിഗ്രി ഉജ്ജ്വലൻ, പിന്നെ നമ്മളുടെ മെഗാ സൂപ്പർ ഹിറ്റ് ചിത്രമായ തുടരും. ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ ഓടുന്ന ചിത്രമാണ് തുടരും. മറ്റൊരു ചിത്രം ദിലീപിൻ്റെ പ്രിൻസ്, അതുപോലെ പടക്കളം. ഈ ചിത്രങ്ങൾക്ക് തന്നെയാണ് കളക്ഷൻ്റെ കാര്യത്തിലും അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും മുൻതൂക്കം. പിന്നെ ആസാദി എന്ന ചിത്രവും ഒരു തെറ്റില്ലാത്ത രീതിയിലുള്ള കളക്ഷൻ നേടുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ചിത്രങ്ങളെല്ലാം ഈ മഴക്കാലത്ത് തികഞ്ഞ പരാജയമായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും. അപ്പം പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് എത്തും വരെ ഓക്കെ, ബൈ.